മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. റിപ്പോർട്ടർ ബിഗ് ഇംപാക്ട്. കോഴിക്കോട് 6 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച റോഡ് 6ാം നാൾ തകർന്നതിൽ PWD ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി വരുന്നു. അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രസാദ്, ഓവർസിയർ പ്രവീൺ എന്നിവരെ സ്ഥലം മാറ്റും. കരാറുകാരൻ കെ അനിൽകുമാറിനെ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. PWD വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിയുടെ നടപടി. റോഡ് തകർന്നത് റിപ്പോർട്ടർ TV-യാണ് പുറത്തു കൊണ്ടുവന്നത്. റിപ്പോർട്ടർ ബിഗ് ഇംപാക്ട്. സിനോജ് തോമസ്, ഒടുവിൽ റിപ്പോർട്ടർ TV-യുടെ ആ റിപ്പോർട്ട് ഫലം കാണുകയാണ്. PWD ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരുന്നു. കരാറുകാരനെ 6 മാസത്തേക്ക് സസ്പെൻഷൻ വരുന്നു. ആ റോഡ് നിർമ്മിക്കാൻ കരാറുകാരനെ തന്നെ ചുമതലപ്പെടുത്തുന്നു. മന്ത്രി നേരിട്ട് ഇടപെട്ടാണോ ഈ നടപടികളിലേക്ക് കടന്നത്? സിനോജ് തോമസ്. അരുൺകുമാർ, കഴിഞ്ഞ ശനിയാഴ്ചയാണ് നമ്മൾ ഈ വാർത്ത പുറത്തുവിടുന്നത്. 2 ആഴ്ച തികയുന്ന സമയത്ത് തന്നെ മന്ത്രി ഇടപെട്ട് ഒരു ഉചിതമായ നടപടി സ്വീകരിക്കുന്നു. അതായത് ഈ റോഡിൻ്റെ നിർമ്മാണ ചുമതലയുണ്ടായിരുന്ന കരാറുകാരനെതിരെയും അത് മേൽനോട്ടം വഹിക്കേണ്ട പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും അച്ചടക്ക നടപടി സ്വീകരിക്കുന്നുവെന്നാണ് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. 7 കിലോമീറ്റർ ദൂരം വരുന്ന കൂളിമാട് എരഞ്ഞിമാവ് റോഡ് 6 കോടി രൂപ മുടക്കി നിർമ്മിച്ച റോഡ് 6ാം നാൾ തകർന്നു തുടങ്ങുന്നുവെന്നായിരുന്നു റിപ്പോർട്ടർ TV വാർത്ത പുറത്തുവിട്ടത്. ഈ റോഡിൻ്റെ മേൽനോട്ട ചുമതല വഹിച്ചിരുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രസാദ്, ഓവർസിയർ പ്രവീൺ. ഈ 2 പേർക്കെതിരെ വകുപ്പ് തല നടപടിയെടുത്തിരിക്കുന്നു. ഇവരെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് അന്വേഷണ വിധേയമായി സ്ഥലം മാറ്റുമെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കരാർ ജോലി ഏറ്റെടുത്ത് ചെയ്തത് കെ അനിൽകുമാർ എന്ന് പറയുന്ന ഒരു കരാറുകാരനാണ്, A ക്ലാസ് കരാറുകാരനാണ്.